സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. എറണാകുളം ജില്ലയിൽ ആരക്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. എൻ്റെ വീട് ആരക്കുന്നത്താണ്. നമ്മൾ ആരക്കുന്നത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആരക്കുന്നം ടു സൂര്യനെല്ലി 129 കിലോമീറ്ററാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത്. നമ്മൾ ഏകദേശം 4 മണിക്കൂർ ട്രാവൽ ചെയ്താണ് നമുക്ക് അവിടെ എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇതിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മൂന്നാർ എമിറേറ്റ്സ് എന്ന് പറയുന്ന ട്രാവൽ കമ്പനിയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ആർജിബി, നമ്മുടെ റൂട്ട് എങ്ങനെയാന്ന് വല്ല ഐഡിയ ഉണ്ടോ? പിറവം, അഞ്ചപ്പെട്ടി, പാമ്പാക്കുട, മൂവാറ്റുപുഴ, കോതമംഗലം റൂട്ട്. ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് അല്ലേ? ഓക്കെ. ആരവേ മൂവാറ്റുപുഴ ഉണ്ടോ? മൂവാറ്റുപുഴ, അതാണ് അവിടുത്തെ പുഴ. നമ്മളൊരു പാലത്തിൽ കൂടെയാണ് കയറി വരണേ. ആരവ്, നമ്മൾ പോകുന്ന റോഡിന്റെ പേരെന്താ അറിയോ? NH85. കൊച്ചി ടു തോണ്ടി, തമിഴ്നാട്ടിൽ തോണ്ടി വരെ കണക്ട് ചെയ്യുന്ന NH85ലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ MC റോഡിൽ നിന്ന് വന്ന് NH85ലോട്ട് കയറി. ഇപ്പം അവിടെ നിന്ന് നമ്മൾ ടേൺ ചെയ്ത് കൊച്ചി, മധുരൈ, ധനുഷ്കോടി റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. ഞങ്ങളിവിടെ ഇറങ്ങി, ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഞങ്ങളിവിടെ ഇറങ്ങി. കുറേ പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ പൈനാപ്പിളും മാങ്ങയും തണ്ണിമത്തനും എല്ലാം ഉപ്പിലെടുത്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിത് വാങ്ങിച്ച് കഴിച്ചു. ഉപ്പും മുളകും ഒക്കെ ചേർത്തതാണ്. കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇയർ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഒട്ടും വെള്ളമില്ലായിരുന്നു. അന്ന് സമ്മർ അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഇത്തവണ, അന്ന് നമ്മൾ ഏപ്രിലാണ് കേട്ടോ പോയത്, പക്ഷെ ഇത്തവണ നിറയെ വെള്ളമുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട്. ഞങ്ങൾ കരിക്കും വാങ്ങിച്ച്, മാങ്ങയും പൈനാപ്പിളും ഒക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ വയറ് നിറഞ്ഞു. എങ്ങനെയുണ്ട്? യാത്രയൊക്കെ ഇഷ്ടാവുന്നുണ്ടോ? ഓക്കെ, ഇതുവരെ വന്നപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? വാട്ടർഫോൾസ് കണ്ടോ അല്ലേ? വാട്ടർഫോൾസിന്റെ പേര് ഓർമ്മയുണ്ടോ? യെസ്, ചീയപ്പാറ വാട്ടർഫോൾസിലൂടെയാണ്. സ്വന്തം ചേട്ടനാണ് പറഞ്ഞത് ചീയപ്പാറ വാട്ടർഫോൾസ്. ഓക്കെ, അപ്പൊ ചീയപ്പാറ വാട്ടർഫോൾസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി 49 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട്. ഈ റോഡിൽ നിറയെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് എത്താൻ പറ്റണമെന്നില്ല. കാരണം നമുക്ക് അത്ര സ്പീഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്, റോഡിൽ ട്രാഫിക് ഉണ്ട്. ഈ മൂന്നാർ അടുക്കുന്തോറും ട്രാഫിക് കൂടി വരുന്നുണ്ട്. വലിയ ട്രക്കുകൾ ഇങ്ങനെ മുന്നിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് പോകാനും സ്പീഡിൽ പോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്ലോലി പോയാലും ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ഭൂപ്രകൃതിയാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന മനോഹരമായിട്ടുള്ള കുന്ന്, പച്ചപ്പ്. ആരുസേ, ഈ ഭൂപ്രകൃതി കാണുമ്പോൾ ഏതെങ്കിലും പാട്ട് ഓർമ്മ വരുന്നുണ്ടോ? നമുക്ക് പാടാം അർജുന. മലമേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട് ചിരി തൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി, മലയാളക്കരയുടെ മടിശീല നിറക്കണ നനവേറും നാടല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്, കതിർ കനവേകും മണ്ണാണ് മണ്ണ്. 21 കിലോമീറ്റർ, അഞ്ചൽ ഇവിടെ നിന്നാണ് രാജക്കാട് 18 കിലോമീറ്റർ. സമയം ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 12:30 12:45 കേട്ടോ. ഇവിടെ നമുക്ക് ഇപ്പോഴേ കോട കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നട്ടുച്ചയ്ക്കും നമുക്ക് കോട കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ റോഡ് കൺസ്ട്രക്ഷൻ
അതുപോലെ ട്രാഫിക്, ഒപ്പം KSEBയുടെ മെയിൻ്റനൻസ് എല്ലാം കൂടെ നടക്കുകയാണ്. പക്ഷേ മുന്നോട്ട് വരുന്തോറും ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെയിലൊക്കെ കുറഞ്ഞു, മഴക്കാറാണോ കോടയാണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഒരു രക്ഷയില്ല കേട്ടോ. ഇതുവരെ നമ്മൾ സ്മൂത്തായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കൺസ്ട്രക്ഷൻ കാരണം കുറച്ച് നേരം നമ്മളിങ്ങനെ പോസ്റ്റ് ആവുകയാണ്. മുമ്പേ മഴക്കാറായിരുന്നു തോന്നുന്നു, ഇപ്പോൾ വീണ്ടും വെയിലുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമ്മൾ മൂന്നാർ എത്താറായേ. ഇനി ഇവിടുന്ന് 8 കിലോമീറ്റർ കൂടെയാണ് മൂന്നാർക്കുള്ളത്. നമ്മൾ ഫസ്റ്റ് തേയിലത്തോട്ടം കാണാൻ കേട്ടോ മൂന്നാറിൽ. നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ, മൂന്നാറിൽ പറയുമ്പോഴേ എല്ലാവർക്കും അറിയാം അവിടുത്തെ ടീ പ്ലാന്റേഷനെ പറ്റി. അതാ നമ്മൾ ഓൺ ദ വേ കാണുന്ന ഫസ്റ്റ് തേയിലത്തോട്ടമാണ്. അർജുവേ കണ്ടോ തേയില? കണ്ടമ്മേ. നല്ല രസമുണ്ട് തേയിലച്ചെടികൾ ഇങ്ങനെ ഒരേ ഹൈറ്റിൽ നിൽക്കുന്നതാണ്. ഫുൾ ഗ്രീനറിയാണ് അല്ലേ? അതെ അതെ. നട്ടുച്ച സമയമാണ്, നല്ല വെയിൽ, ഒപ്പം നല്ല കോടയും. സൈഡ് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളി. നമ്മുടെ മുമ്പിൽ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്. ഈ ബസ് ഇങ്ങനെ കുറേ നേരമായിട്ട് നമ്മുടെ മുന്നിലൂടെ പോകുന്നുണ്ട്. നമുക്കതിനെ ഓവർടേക്ക് ചെയ്യാതെ സ്പീഡിൽ പോകാനും പറ്റില്ല. പക്ഷെ മുന്നോട്ടുള്ള വ്യൂസ്, നിറയെ ഫ്ലവേഴ്സ്, തേയിലത്തോട്ടം, കുന്ന്, ഇതാണ് കേരളത്തിൻ്റെ മലയോര മേഖലയുടെ ഒരു മനോഹാരിത. അപ്പോൾ നമ്മൾ പ്രോപ്പർ മൂന്നാർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താ ക്ലൈമറ്റ് എന്നറിയോ? ചെറിയ മഴ ചാറുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. മഴത്തുള്ളികൾ ഇതാ നമ്മുടെ ഗ്ലാസ്സിലൊക്കെ മഴത്തുള്ളികൾ കാണാം. മഴ ചാറി തുടങ്ങി. അപ്പോൾ നമ്മൾ പ്രോപ്പർ മൂന്നാറിലൂടെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫുൾ കോടയും പിന്നെ മഴക്കാറും, ഒരു സൈഡിലൂടെ തേയിലത്തോട്ടവും, ഹെയർപിൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് പുളഞ്ഞു പോകുന്ന റോഡും, ആകെ കൂടെ ഒരു മൂന്നാർ എന്ന് പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഈ റോഡിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ഹെയർപിൻ വളവ് ഇങ്ങനെ കടന്നു പോകും തോറും നമ്മൾ ഹൈറ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ഹൈ റേഞ്ചിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താഴേക്ക് ശരിക്കും നല്ല വ്യൂ ഉണ്ട്. മഴ പോയി അല്ലേ? ഞങ്ങൾക്ക് വിശക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ലഞ്ച് കഴിക്കാൻ വേണ്ടി. ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഗ്രീൻ ടീ. ഹോട്ടൽ ഗ്രീൻ ടീ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വന്നത്. വലിയ കുഴപ്പമില്ല, നമുക്ക് ഫുഡൊക്കെ കുഴപ്പമില്ലാത്ത ഫുഡാണ്. മീൽസ്, ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട്. ഈ മനോഹാരിത വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ലേ. ഇത് കണ്ട് അറിഞ്ഞ് അനുഭവിക്കേണ്ടത് തന്നെയാണ്. മലയുടെ മുകളിൽ നിന്നും താഴേക്ക് പച്ചപ്പ് മാത്രം, തേയിലത്തോട്ടങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു വെള്ളച്ചാട്ടവും കണ്ടു കേട്ടോ. ഹെയർപിൻ റോഡിലെ വളവ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കുന്നു അല്ലേ മോനെ? ഡബിൾ ഡെക്കർ ബസ്. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ. പെരിയക്കനാൽ വാട്ടർഫോൾസ് അല്ലേ? 400 meters. Turn left. അതാണ് ആ വാട്ടർഫോൾസ്. അങ്ങനെ നമ്മളിതാ സൂര്യനെല്ലി അടുക്കാറായിട്ടോ. വഴിയോര കാഴ്ചകളും ഈ ഒരു യാത്രയിൽ ഏറെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അത്രയ്ക്കും റോഡ് സൈഡിൽ നമുക്ക് കാണാനുണ്ട് എന്നുള്ളതാണ്. അത്ര നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് എത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൂര്യനെല്ലിയിൽ നമ്മുടെ
സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൂന്നാർ ട്രാവൽ കമ്പനി നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് സോഹോ സ്റ്റേസിലാണ്. ആ പ്രോപ്പർട്ടിയിലോട്ട് നമ്മൾ വരികയാണ്. സൂര്യനെല്ലിയിൽ നിന്ന് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഗുണ്ടുമലൈ. ഈ ഗുണ്ടുമലയാണ് കാണുന്നത്. ഈ ഗുണ്ടുമലയിലാണ് നമ്മളുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ സുഹോ സ്റ്റേസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാ നമുക്ക് ഫുള്ളൊരു പ്രകൃതിയുടെ ഭംഗി അങ്ങനെ ഒപ്പി വച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ചുറ്റും കാണുന്നത്. കാരണം ആകാശത്തിനോട് മുട്ടി അങ്ങനെ നിൽക്കുന്ന ഉയരം കൂടിയ മലനിരകൾ, താഴെ ഫുള്ളായിട്ട് നമുക്ക് പ്ലാന്റേഷനാണ്, പിന്നെ നിറയെ പച്ചപ്പാണ്, ഫുൾ മരങ്ങൾ. ഇതാ നമ്മൾ അങ്ങനെ സോഹോ സ്റ്റേസിലേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്കെന്താണെങ്കിലും ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും അതുപോലെ ഈ ചുറ്റുമുള്ള ഈ ഒരു ഗ്രീനറി ഒത്തിരി ഇഷ്ടമായി. ചുമ്മാ ഇങ്ങനെ കുറേ സമയം നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. അത്ര ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് എന്താണെങ്കിലും വന്നിട്ടുള്ളത്. അപ്പോൾ മൂന്നാർ എമിറേറ്റ്സിനോട് വലിയൊരു താങ്ക്സ്, ഇങ്ങോട്ട് നല്ല സ്ഥലം അറേഞ്ച് ചെയ്ത് തന്നേനെ. അപ്പോൾ നമ്മുടെ ഇനിയുള്ള പരിപാടി എന്തെന്ന് അറിയണ്ടേ? ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 4:30 ആയിട്ടുണ്ട്. 5:30 ആകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് സൺസെറ്റ് ട്രക്കിങ്ങിന് പോകാൻ പറ്റും. ഇവിടെ ഒരു 150 മീറ്റർ അടുത്തായിട്ടാണ് നമ്മളെ കൊണ്ടുപോവുക. അവിടെ നമുക്ക് ആനിയിറക്കൽ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് നൈറ്റ് 7:30 ആകുമ്പോൾ നമുക്കിവിടെ ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. പിന്നെ 9 o'clock ഡിന്നർ. രാവിലെ നമുക്ക് വെളുപ്പിന്, അതാണ് ഞാൻ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഞാൻ ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു സംഭവം കേട്ടോ. അറിയില്ല ക്ലൈമറ്റ് എന്താകും, കാരണം ഇന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് മഴയും വെയിലൊക്കെ മാറി മാറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ലൊരു കൊളുക്കുമലൈ സൺറൈസ് വ്യൂ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം കാണുന്നതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും, നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ റൂം, നമ്മുടെ ക്യാബിൻ. ഒരു 4-5 പേർക്ക് വിസ്തരിച്ച് കിടക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ബെഡാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, വുഡാണ് നമുക്ക് ഈ റൂഫൊക്കെ വരുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് AC ഫാനൊന്നും ആവശ്യമില്ല, നല്ല തണുപ്പാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാമേ. ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് വെളിയിലേക്കുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞത്. അടിപൊളിയല്ലേ? ഇനി ഇവിടുത്തെ ടെൻറ്റ് സ്റ്റേ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. 5 ടെൻറ്റുകളാണ് ഉള്ളത്. ഈ ടെൻറ്റിൻ്റെ അകത്ത് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഞാനൊരു ടെൻറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇതിൻ്റെ അകത്ത് വീണ്ടും നെറ്റ് വെച്ചിട്ട് വീണ്ടും ഒരു കവറിങ് ഉണ്ട്. അപ്പം അതിവിടെ ഓപ്പൺ ചെയ്താൽ ഇതാണ് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കിടക്കാൻ പറ്റും. അപ്പം ഞാൻ ആദ്യമേ ചോദിച്ചു ഇവിടെ ചൂടുണ്ടാവുമോ. അപ്പോൾ അവർ പറഞ്ഞത് ഈവനിങ് ആകുമ്പോഴേക്കും മൂന്നാറിലെ ക്ലൈമറ്റ് പിന്നെ പറയണ്ടല്ലോ, തണുപ്പായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഇത്തരം 5 ടെൻറ്റും 5 എയർ ഫ്രെയിം ക്യാബിൻസുമാണ് ഇവിടെ ഉള്ളത്. ആ ഏരിയയിലാണ് വാഷ്റൂമൊക്കെ വരുന്നത്. ശരിക്കും സ്റ്റേ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് ഇവിടുത്തെ വ്യൂ പോയിൻറ്റ്സും ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് അതൊക്കെ ഒന്ന് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ, അതായത് ഇവിടുത്തെ വ്യൂ പോയിൻറ്റ്, കോടമഞ്ഞ്, പിന്നെ ഈവനിങ്ങിൽ നമ്മുടെ ക്യാമ്പ് ഫയർ, പിന്നെ പിറ്റേന്ന് രാവിലെയുള്ള ജീപ്പ് സഫാരി, കൊളുക്കുമല സൺറൈസ് വ്യൂ, ടീ പ്ലാന്റേഷൻ വോക്ക്, അവിടുത്തെ വ്യൂ പോയിൻറ്റ്സ്, ബാക്കി കാഴ്ചകളൊക്കെ ഈ വീഡിയോയുടെ അടുത്ത പാർട്ടായിട്ട്, സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വിശേഷങ്ങളും യാത്രാവിശേഷങ്ങളും കൂടുതൽ വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. അപ്പോൾ അടുത്ത പാർട്ട് എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജീപ്പ് സഫാരിയും കൊളുക്കുമലൈ സൺറൈസ് വ്യൂ ഒക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ ഷെയർ ചെയ്യും. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.